അപ്പോൾ നമുക്ക് ഇവിടുത്തെ സൈഡ് ഇൻഡിക്കേറ്റേഴ്സ് എല്ലാം വരും, പക്ഷേ നോ ഡിസ്പ്ലേ. അപ്പം നമുക്കിതിനെ ഏതെല്ലാം ഒന്ന് അഴിച്ചു നോക്കാം, എന്നാ ഇഷ്യൂ എന്നാന്ന് നോക്കാം. ഇത് ഇൻറ്റൽ കോർ i5 7th ജനറേഷനാണ് വരുന്നത്. ഏതായാലും റിപ്പയർ ഹിസ്റ്ററി ഒന്നുമില്ല. എന്നുവെച്ചാൽ ഇതിനു മുന്നേ ഞാൻ തന്നെയാണ് സർവീസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ലാസ്റ്റ് കസ്റ്റമർ ഒന്ന് SSD അപ്ഗ്രേഡ് ചെയ്തായിരുന്നു. അപ്പോൾ നമുക്ക് ഈ ലാപ്പ് ഒന്ന് അഴിച്ചു നോക്കാം. അപ്പോൾ നമ്മുടെ സർവീസ് റൂമിലേക്ക് പോയിട്ട് കാണാം. അപ്പോൾ നമ്മൾ എല്ലാ ബ്രാൻഡഡ് ലാപ്പുകളും ഹാർഡ്വെയർ സോഫ്റ്റ്വെയർ എല്ലാ പ്രശ്നം സർവീസ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും നമ്മളെ കോൺടാക്റ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഏതായാലും ഇതിനെ ഒന്ന് അഴിക്കണം ഗൈസ്. അപ്പോൾ നമുക്ക് അഴിക്കാം. എന്നാന്ന് വെച്ചാൽ നമുക്കിത് കറക്റ്റ് ഒന്ന് അഴിച്ചു നോക്കിയാൽ ഇതിൻ്റെ അകത്ത് കംപ്ലൈൻറ്റ് എന്താണെന്ന് പറയാൻ പറ്റുള്ളൂ. ഒരു എക്സ്പെർട്ട് ടെക്നീഷ്യനാണെങ്കിൽ മാത്രം, ഒരു നല്ല എക്സ്പെർട്ട് ടെക്നീഷ്യനാണെങ്കിൽ മാത്രം അഴിക്കാൻ ശ്രമിക്കുക. ഇല്ലെങ്കിൽ നമ്മൾ ലാപ്പായത് കൊണ്ട് നമ്മൾ നല്ല സ്മൂത്തി വേണം ഈ കാര്യങ്ങൾ ചെയ്യാൻ. ഇല്ല നമ്മളിപ്പം അറിയത്തില്ലാത്തൊരാഴ്ച മറ്റെന്തെങ്കിലും ആയി മാറാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നിയറസ്റ്റ് സർവീസ് സെൻറ്ററിൽ എപ്പോഴും വിസിറ്റ് ചെയ്യുന്നതാണ് നല്ലത്. നമ്മളെല്ലാ സ്ക്രൂകളും റിമൂവ് ചെയ്തോന്ന് ആദ്യം കൺഫേം ചെയ്യുക. ഓക്കെ, അപ്പോൾ നമ്മളെല്ലാ സ്ക്രൂ റിമൂവ് ചെയ്തിട്ടുണ്ട്. ഇതൊരു സ്ക്രൂ ഇച്ചിരി ത്രെഡ് ലൂസാണ്, അത് നമുക്ക് പിന്നെ എടുക്കാം. അപ്പോൾ ഇത് നമ്മുടെ DVD റൈറ്ററാണ്. നമ്മൾ സ്ക്രൂ എല്ലാം റിമൂവ് ആക്കിയതിന് ശേഷം പിന്നെ നമ്മൾ ഇവിടെ ഒന്ന് നഗരി വെച്ച് ചെറുതായിട്ട് ഇളക്കുന്നതായിരിക്കും നല്ലത്. ആദ്യം ലാപ്പ് ഓഫായോ എന്ന് കൺഫേം വരുത്തണേ, അതിന് ശേഷം ട്രൈ ചെയ്യാറുള്ളൂ. യെസ്, ഓഫായിട്ടുണ്ട്. ഇനി നമ്മൾ ലാപ്പ് റിമൂവ് ചെയ്യുന്ന ടൂൾ എടുത്തിട്ട്
നമുക്കൊന്ന് ഓൺ ചെയ്ത് നോക്കാം. സെയിം ഡിസ്പ്ലേ വരുന്നില്ല. നമുക്കിനി ഏതായാലും നമുക്കിനി അതിൻ്റെ റാം ഒന്ന് റിമൂവ് ചെയ്തിട്ട് നോക്കാം. SSD റിമൂവ് ചെയ്ത് നോക്കുക. വല്ല SSDയിൽ ഷോർട്ടോ കാര്യങ്ങളുണ്ടെങ്കിൽ ഇങ്ങനെ സംഭവിക്കാൻ ചാൻസസ് ഉണ്ട്. പിന്നെ നമ്മുടെ കീബോർഡിൻ്റെ കണക്ടറാണ് ഇതിൻ്റെ അടി വരുന്നത്, അതും ഒന്ന് ഡിസ്കണക്ട് ചെയ്ത് നോക്കുക. പിന്നെ നമ്മൾ റാം ഒന്ന് സ്ലോട്ട് ചേഞ്ച് ചെയ്തിട്ട് നോക്കാം. നമുക്ക് സെയിം കംപ്ലൈൻ്റ് ആണ്, ഡിസ്പ്ലേ വരുന്നില്ല. അപ്പോൾ നമ്മൾ ആദ്യം കടന്ന സ്ലോട്ടിലേക്ക് തന്നെ റാം ഇടാം. എന്നുവെച്ചാൽ ബാറ്ററി ഡിസ്കണക്ട് ചെയ്ത് നോക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ബാറ്ററി ഡിസ്കണക്റ്റഡ് ചെയ്യുന്ന എപ്പോഴാണെന്ന് വെച്ചാൽ മദർ ബോർഡ് നമ്മൾ അഴിക്കുമ്പോഴാണ് ഇത് ബാറ്ററി റിമൂവ് ചെയ്യേണ്ടത്. ഈ 4 സ്ക്രൂ അഴിച്ച് ബാറ്ററി റിമൂവ് ചെയ്താൽ മതി. അപ്പോൾ നമ്മൾ കീബോർഡ് കാര്യങ്ങളെല്ലാം തെറ്റിച്ച് നോക്കി. പക്ഷേ ഇപ്പോൾ ഇഷ്യൂ എന്നാന്ന് വെച്ചാൽ നമുക്ക് ആദ്യം ഉണ്ടായിരുന്ന സെയിം ഇഷ്യൂ ആണ്. നോ ഡിസ്പ്ലേ. അപ്പോൾ നമുക്കിനി ഇതിൻ്റെ മദർ ബോർഡിനെ അഴിച്ച് റിപ്പയർ സെൻഡ് ചെയ്യണം. മെയിൻ ബോർഡാണ് ഇഷ്യൂ ലാപ്പിൻ്റെ. എന്നുവെച്ചാൽ നമുക്ക് ഈ പ്രൊസസ്സർ ഇഷ്യൂ വന്നാൽ ഇങ്ങനെ ഇഷ്യൂ വരാറുണ്ട്. പക്ഷേ അങ്ങനെ ഇഷ്യൂ വന്നാൽ റിപ്പയർ ആവത്തില്ല, റിബോർ ചെയ്യേണ്ടി വരും. റിബോർ ചെയ്താൽ സെയിം ഇഷ്യൂ വരും. അപ്പോൾ നമുക്കൊന്ന് മൾട്ടിമീറ്ററിൽ ടെസ്റ്റ് ചെയ്ത് നോക്കാം. നമുക്ക് ഇത് ഷോർട്ടുണ്ട്, നമ്മൾ പവർ എടുക്കുന്നില്ല. ബോർഡ് ഇഷ്യൂ ആണ് കംപ്ലൈൻറ്റ്. അപ്പോൾ നമുക്കിത് ബയോസ് ഇഷ്യൂ ആണ് ലാപ്പിൻ്റെ. അപ്പോൾ നമുക്കൊന്ന് റിപ്പയറിൽ സെൻഡ് ചെയ്യേണ്ടി വരും മദർ ബോർഡ്. അപ്പോൾ നമുക്കിനി മദർ ബോർഡ് അഴിക്കേണ്ടി വരും. നമുക്ക് മദർ ബോർഡ് റിപ്പയറിന് ഇട്ട് കഴിയുമ്പോഴേ എന്നാ കറക്റ്റ് കംപ്ലൈൻറ്റ് ഉണ്ടാകുന്നത് മനസ്സിലാകത്തുള്ളൂ. ഗ്രാഫിക്സ് ഇഷ്യൂ അല്ലെങ്കിൽ നമുക്ക് ബയോസ് ഇഷ്യൂ വന്നാൽ റിപ്പയർ ആവും. ഇതാണ് നമ്മുടെ ലാപ്പിൻ്റെ NVMe ചിപ്പാണ്, NVMe SSD. ഈ സ്ലോട്ടിലാണ് നമ്മൾ ഇടുന്നത്. ഇത് ബാറ്ററിയാണ്, ഇത് നമ്മുടെ ഹാർഡ് ഡിസ്ക് ആണ്.
അപ്പോൾ നമ്മൾ റാം ഇഷ്യൂ അല്ല, മദർ ബോർഡ് ഓൺ ബോർഡ് ഇഷ്യൂ ആണ്. അപ്പോൾ നമ്മുടെ ലാപ്പിൻ്റെ കംപ്ലൈൻറ്റ് ഉണ്ടായിരുന്നത് വെച്ചാൽ ബയോസ് ഇഷ്യൂ ആയിരുന്നു. അപ്പോൾ നമ്മൾ ബയോസ് വർക്ക് ചെയ്തിട്ടുണ്ട്, ഓൺ ബോർഡ് ഇഷ്യൂ ആണ്. അപ്പോൾ നമുക്ക് എല്ലാം ലാപ്പ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അസംബിൾ ചെയ്യാം. അതേപോലെ നമുക്ക് എല്ലാം ക്ലോസ് ചെയ്തിട്ട് അസംബിൾ ചെയ്ത് സ്ക്രൂ എല്ലാം ഇട്ട് ഓണാക്കി നോക്കാം. പക്ഷേ നമുക്ക് ഗ്രാഫിക്സ് ഇഷ്യൂ വന്നാൽ റിപ്പയർ ആവുന്ന ചാൻസ് 90% റിപ്പയർ ആയാലും നമുക്ക് 1 മന്ത് നിൽക്കും, വീണ്ടും അതേ സെയിം കംപ്ലൈൻറ്റ് വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഈ ലാപ്പ് കസ്റ്റമർ തന്നിട്ട് ഇപ്പം ഇന്നത്തേന് 7 days ആയി. അപ്പോൾ നമുക്ക് ഫുള്ള് ക്ലോസ് ചെയ്യുക ഗൈസ്. അപ്പോൾ നമുക്കിനി എല്ലാ സ്ക്രൂകളും ഒന്ന് ടൈറ്റ് ചെയ്യാം. പിന്നെ നമ്മൾ ഈ ത്രെഡുകളൊന്നും ഓവറായിട്ട് ടൈറ്റ് ചെയ്യില്ല, ഇത് പിന്നീട് ഇഞ്ചസ് കട്ടാവാനും ചാൻസസ് ഉണ്ട്. പിന്നെ അടിക്കാൻ നേരത്ത് നമുക്ക് ബുദ്ധിമുട്ടാവും. അതുകൊണ്ട് നമ്മൾ സ്ക്രൂകൾ ഓവർ ടൈറ്റ് ചെയ്യാണ്ടിരിക്കുന്നതായിരിക്കും നല്ലത്. എന്നുവെച്ചാൽ ഈ സാധനം നമ്മളിത് ഒത്തിരി അഴിക്കുന്നതും കൊണ്ട് ഈ പ്ലാസ്റ്റിക് അത്ര കംഫർട്ടായിരിക്കില്ല. നമുക്ക് ചെറുതായിട്ട് ഫെവിക്കോഡ് കമ്പിടേണ്ട വരും ഇത്. ലാസ്റ്റ് ഒരു 3 ബാറ്ററി റിപ്ലേസ് ചെയ്യാൻ അങ്ങനെ ഇങ്ങനെയെല്ലാം അഴിച്ചായിരുന്നു. അതുകൊണ്ട് നമ്മൾ എപ്പോഴും അഴിക്കുമ്പം ഈ സാധനം ഇച്ചിരി പാസ്റ്റ് ഒരിക്കലും നമ്മൾ ഇടല്, ഫെവിക്കോഡ് ഇടുന്നത് നല്ലതായിരിക്കും, പിന്നെ അഴിക്കാൻ എളുപ്പമാവും. അപ്പോൾ നമ്മുടെ ലാപ്പ് റെഡി ആയിട്ടുണ്ട്, നമുക്കപ്പോൾ ഓൺ ചെയ്ത് നോക്കാം. അപ്പോൾ ലാപ്പ് ഓപ്പൺ ആയിട്ടുണ്ട്. ഇതിൻ്റെ ഇഷ്യൂ എന്താണെന്ന് വെച്ചാൽ ബയോസ് ഇഷ്യൂ ആയിരുന്നു, അതുകൊണ്ട് നമുക്ക് റിപ്പയർ ആയിട്ടുണ്ട്. അപ്പം നമ്മുടെ ലാപ്പ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കൊന്ന് ടെസ്റ്റിങ്ങിന് വെച്ചിട്ട് കസ്റ്റമർക്ക് കൊടുക്കണം.
അപ്പോൾ നമുക്കിനി ഒരു 3 to 4 days ടെസ്റ്റിങ്ങിന് വെച്ചിട്ട് നമുക്ക് കസ്റ്റമർക്ക് കൊടുത്തു വിടണം. എന്തെങ്കിലും റിവൈൻഡ് ഇഷ്യൂ വരുമോ കാര്യങ്ങളെല്ലാം നോക്കണം. അത് ബയോസ് ഇഷ്യൂ ആയിരുന്നു. അപ്പോൾ ഇന്നേക്ക് 7ാം ദിവസം. അപ്പം നമ്മുടെ ലാപ്പ് എല്ലാം എവരിത്തിങ് ഈസ് ഓക്കെ, ടെസ്റ്റിംഗ് എല്ലാം ഓക്കെയാണ്. നമുക്കപ്പോൾ കസ്റ്റമർക്ക് കൊടുക്കാം. പിന്നെ നമ്മളെപ്പോഴും നമ്മൾ സ്വന്തം ചെയ്യാൻ പോകാണ്ടിരിക്കുന്നതിനേക്കാളും ബെറ്റർ നമ്മുടെ നിയറസ്റ്റ് എക്സ്പെർട്ട് സർവീസ് സെൻറ്ററിൽ കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ എന്നാന്ന് വെച്ചാൽ നമ്മൾ 500-1000 ലാഭിക്കാൻ പോയിട്ട് സ്വന്തം അടിക്കാൻ പോയി വേറെ എന്തെങ്കിലും ഇഞ്ചസ് എല്ലാം കട്ടാവാനും മദർ ബോർഡ് ഡാമേജ് ആവാനൊക്കെ ചാൻസസ് ഉണ്ട്. അതുകൊണ്ട് നമ്മൾ ആവുന്നത്രയും എക്സ്പീരിയൻസ് ഉള്ളവർക്ക് കൊടുക്കുന്നതായിരിക്കും നല്ലത്. സ്വന്തം ചെയ്യാൻ പോയിട്ട് മറ്റെന്തെങ്കിലും ആയാൽ അത് പ്രശ്നമാണ്. നമ്മളിവിടെ എല്ലാ മൾട്ടി ബ്രാൻഡ് ലാപ്ടോപ്പുകളും ഡെസ്ക്ടോപ്പ് പ്രിൻറ്റർ സെയിലും സർവീസും ചെയ്യുന്നതാണ്. എന്ത് തരം പ്രശ്നം ഉണ്ടെങ്കിലും നമ്മളെ കോൺടാക്റ്റ് ചെയ്യാം. നിയറസ്റ്റ് ലൊക്കേഷനാണ് മാത്രം കോൺടാക്റ്റ് ചെയ്യുക. ഹാർഡ്വെയർ സോഫ്റ്റ്വെയർ എല്ലാ രീതിയിലും നമ്മൾ സെറ്റാക്കി തരുന്നതായിരിക്കും.